ടൊയോട്ട ഇന്നോവ ഇന്ത്യയിലെ MPV വിഭാഗത്തിന്റെ മുഖമാകുന്നതിന് മുൻപ് റോഡ് കീഴടക്കിയ ആത്യന്തിക MPV ആയിരുന്നു ടാറ്റ സുമോ. SUVകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ബോഡി ശൈലിയിലുള്ള സുമോയെ 25 വർഷങ്ങൾക്ക് മുൻപാണ് ടാറ്റ വിപണിയിൽ എത്തിച്ചത്. 1994 സുമോയുടെ ഉൽപാദനം ആരംഭിച്ച ടാറ്റ മോട്ടോഴ്സ് 25 വർഷത്തിനു ശേഷം വാഹനത്തിന്റെ നിർമ്മാണം നിർത്തലാക്കി. എങ്കിലും ഇക്കാര്യത്തിൽ ടാറ്റ യാതൊരുവിധ ഔദ്യോഗിക പ്രസ്താവനയും നടത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ടാറ്റ സുമോയെ നിർത്തലാക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. സുമോ ഗോൾഡ് മോഡലാണ് കമ്പനി അവസാനമായി വിപണിയിൽ അവതരിപ്പിച്ചത്. ടാറ്റയുടെ പോർട്ട്ഫോളിയോയിലെ ഏക MPV വാഹനം കൂടിയാണ് സുമോ. ഏറ്റവും പുതിയ AS 145 സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും വാഹനത്തിന് കഴിഞ്ഞില്ല. ഭാരത് ന്യൂ വെഹിക്കിൾ സേഫ്റ്റി അസൈൻമെന്റ് പ്രോഗ്രാം പാലിക്കാൻ കഴിവുള്ള വാഹനമല്ല ടാറ്റ സുമോ. കമ്പനി നേരത്തെ സ്ഥിരീകരിച്ചതുപോലെ പരിവർത്തന ചെലവ് ഏകീകരിക്കുന്നതിനായി തങ്ങളുടെ എല്ലാ ഡീസൽ എഞ്ചിനുകളും BS6ലേക്ക് പരിഷ്കരിക്കാൻ ടാറ്റ മോട്ടോഴ്സിന് സാധിക്കില്ല. ടാറ്റ സുമോയ്ക്ക് നിലവിൽ BS6 കംപ്ലൈന്റ് 3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത് 85 bhp കരുത്തും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. മാരുതി സുസുക്കിയുടെ ഒമ്നി, ജിപ്സി തുടങ്ങിയ പഴയ മോഡൽ കാറുകൾ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ നിർബന്ധിതമാക്കിയതും ഭാരത് ന്യൂ വെഹിക്കിൾ സേഫ്റ്റി അസൈൻമെന്റ് പ്രോഗ്രാമാണ്. ടാറ്റയുടെ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം സുമോ പരിഷ്കരിച്ചിട്ടില്ല. അതിനാൽ ടാറ്റ മോട്ടോഴ്സ് സുമോ മോഡലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു. സുമോയുടെ ഏറ്റവും പുതിയ മോഡലായിരുന്ന സുമോ ഗോൾഡിന് 7.39 ലക്ഷം രൂപയായിരുന്നു പ്രാരംഭ വില. ഏറ്റവും ഉയർന്ന മോഡലിന് 8.77 ലക്ഷം രൂപയുമായിരുന്നു എക്സ് ഷോറൂം വില. മാരുതി സുസുക്കി എർട്ടിഗ, റെനോ ലോഡ്ജി, ഇപ്പോൾ പുറത്തിറങ്ങിയ റിനോ ട്രൈബർ തുടങ്ങിയ MPVകൾക്ക് സമാനമായ വില തന്നെയായിരുന്നു ഒരു കാലത്തെ ജനപ്രിയ വാഹനമായിരുന്ന സുമോയ്ക്കും. എന്നാൽ മറ്റു പുതിയ വാഹനങ്ങളെല്ലാം കൂടുതൽ ഫാമിലി കാറുകളായി മാറി. 7 സീറ്റർ ക്യാബിൻ ഉള്ള എർട്ടിഗ, ലോഡ്ജി ട്രൈബർ തുടങ്ങിയവയ്ക്കെല്ലാം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫ്ലീറ്റ് ഓപ്പറേറ്റർമാരെയും ദീർഘദൂര യാത്രക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പുറത്തിറക്കിയിരുന്ന സുമോ ഒരു സമർത്ഥമായ വാഹനമായിരുന്നു. ഒപ്പം മികച്ച വിൽപ്പന നേടാനും സുമോയ്ക്ക് സാധിച്ചു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ടാറ്റയുടെ ഈ മോഡൽ കാലഹരണപ്പെട്ടതാണ്. കൂടാതെ ആധുനിക കാറുകൾ വാഗ്ദാനം ചെയ്യുന്ന സാങ്കേതിക വിദ്യയും സവിശേഷതകളും ഇല്ലാത്തതും സുമോയുടെ ഉൽപാദനം നിർത്താൻ ടാറ്റ മോട്ടോഴ്സിന് പ്രേരണയായി.